ഇന്നത്തെ കേരള നിയമസഭയിൽ ഒറ്റ വരി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളൂ. അതായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷം. ഒടുക്കം കൈകൂപ്പി എണീറ്റു പോകേണ്ടി വന്നു സ്പീക്കർ ഷംസീറിന്. അത്തരത്തിൽ അസാധാരണങ്ങളിൽ അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. സഭ സമ്മേളിക്കാൻ ഇപ്പറഞ്ഞ പ്രതിപക്ഷം സമ്മതിക്കില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഇനി സഭ സമ്മേളിച്ചാൽ മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകേണ്ടി വരികയായിരുന്നു അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന റെക്കോർഡിട്ട മുഖ്യമന്ത്രിക്ക്. എന്നാൽ പി കെ ബഷീർ, നജീബ് കാന്തപുരം, അൻവർ സാദത്ത്, പി കെ വിഷ്ണുനാഥ് തുടങ്ങി ഒരു നിര മുഴുവൻ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടി കയറുന്ന രൂപത്തിലേക്കായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം. സ്വന്തം മൈക്ക് പോലും തെറിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വാച്ച് ആൻഡ് ഗാർഡുകൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്താണ് സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് ഉറക്ക സഭയ്ക്കുള്ള മുഴങ്ങിയത്. ഇവിടെ വി കെ ശിവൻകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വർണം കട്ടവരാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. UDF മുന്നിൽ എല്ലാം നിഷ്പ്രഭമാവുന്ന കാഴ്ചയാണ് സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. അവിടെ ഇരിക്ക്. ചെയർ ഒരു കാര്യം സംസാരിക്കണ്ട. ചെയർ പറയാ കേൾക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. നിങ്ങൾ അവിടെ ഇരിക്ക്. പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, നിങ്ങൾ അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ് യെസ് പറയാം. മുഖം മറക്കല്ല അൽദോസ്, മുഖം മറക്കല്ല, ശരിയല്ല. യെസ് യെസ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചരിത്രത്തിൽ 1 മുതൽ 15 വരെ എടുത്താൽ അതിൽ 15ാമത്, പ്ലീസ് ഒരു കാര്യം പറയാൻ കേൾക്കണം. 1 മുതൽ 15 വരെയുള്ള കേരള നിയമസഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. ഇത് ഒരു തരത്തിലും ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായ രീതിയല്ല. യെസ് 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 പ്ലീസ് 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 LOP പ്ലീസ് പ്ലീസ് LOP അവരെ അങ്ങോട്ടേക്ക് പ്ലീസ് LOP പ്ലീസ്. ഒരു നോട്ടീസ് പോലും നൽകാതെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. അതേ പറയുന്നുള്ളൂ. ഇതൊരു ഉദാത്തമായ മാതൃകയല്ല. ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ പഠിപ്പിക്കേണ്ട മാതൃകയോ അനുകരിക്കേണ്ട മാതൃകയല്ല. അതേ പറയുന്നുള്ളൂ. 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണ്. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. യെസ് 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 മുഖ്യമന്ത്രി ഓഫ് ദ സ്റ്റേറ്റ്. LOP പ്ലീസ് LOP ഒന്ന് ഇവരെ അങ്ങോട്ട്. യെസ് 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 യെസ്. നാളത്തെ സഭ കേൾക്ക് 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 കേൾക്ക്. മുഖ്യമന്ത്രി എന്തോ പറയാണ്, കേൾക്ക്. യെസ് കേൾക്ക്. സർ, CM സംസാരിക്കുന്നത് കേൾക്ക്. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട CM തിങ്കളാഴ്ച, ബഹുമാനപ്പെട്ട CM ചൊവ്വാഴ്ച ഒന്ന് മാറ്റി ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. യെസ് യെസ്. അടിയന്തര നന്ദി പ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026. ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്.